സാധാരണ രീതിയിൽ നബിദിനത്തിന് വല്ലാതെ ഒന്നും അടിക്കാനുണ്ടാവാറില്ല. ഒരുവിധം പേരൊക്കെ ടോപ്പിന് വാങ്ങിക്കൊണ്ടുപോകും, ചിലരൊക്കെ ടോപ്പ് അടുപ്പിക്കും. പിന്നെ മദ്രസയിൽ തലേ ദിവസം ഇങ്ങനെ ഇതിനൊക്കെ പോകുന്നവരൊക്കെ ഒന്ന് അടിയിലിടാൻ പുതിയൊരു മാക്സി ഇടണമെന്ന് ചില വല്യന്മാരൊക്കെ അങ്ങനെ വരുന്നല്ലാതെ കൂടുതലായിട്ട് അടിക്കാനുണ്ടാവാറില്ല. ഇപ്രാവശ്യം നബിദിനത്തിനും ഒരുപാട് അടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഓണാഘോഷങ്ങളൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ വല്ലാതെ അതുണ്ടാവില്ല. അപ്പോൾ 2-3 കോളേജുകൾക്ക് ഡ്രസ് കോഡുകളായിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ബഹളവും എന്താ പറയുക, ജഗപ്പുക. ഒരു ഭാഗത്ത് പാക്ക് ചെയ്യലും ഓൺലൈനിൽ അയച്ചു കൊടുക്കലും, വേറൊരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യൽ, വേറൊരു ഭാഗത്ത് എല്ലാം കൂടെ ജഗപ്പുക. മക്കളെ എക്സാം, അവരെ നബിദിന പരിപാടി, അവരെ നേരം വൈകി വരിക, മൊത്തത്തിൽ ഉറക്കും എല്ലാം കൂടെ പോയിട്ട് ആകെ വട്ടായ ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആകുമ്പം ഓരോരോ ആഘോഷങ്ങളാകുമ്പോൾ മൊത്തത്തിൽ എൻ്റെ അവസ്ഥ ഇതാവും. ആ ആഘോഷങ്ങൾ മുഴുവൻ ആസ്വദിക്കാനൊന്നും കഴിയില്ല, അതാണ് സത്യം. കാരണം നമുക്കുള്ളതൊക്കെ പെരുന്നാളിനൊക്കെ എനിക്കുള്ളത് അടിക്കുക രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ആവും. മുസ്ലാന്മാരോട് മീനില്ലാന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടുത്തെ കഥ എന്ന് പറയും കാക്കൂ. പിന്നെ എന്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടായാലും നമ്മളെ മക്കളെ ഓരോന്നിലും നമ്മൾ പങ്കാളിത്തം ആവേണ്ടിയത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അമ്മ അതാണെന്ന് വെച്ചിട്ട് ഇത് മാറ്റാൻ ഇതൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ മക്കളെ നബിദിന പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടേന്ന് വിചാരിച്ച് എൻ്റെ അമ്മ പറയേണ്ടാണ്. ഉമ്മാനും പാപ്പാനും കാണാൻ പൂതിക്കൊന്നല്ലോ ഓള് കിടന്നുറങ്ങാനാണെന്ന്. 10 മണി 12 മണി വരെ നീണ്ട് 2 ദിവസത്തെ ഉറക്കം ഉറങ്ങി നമ്മളെ എല്ലാ എനർജിയും തിരികെ വരും. അങ്ങനെയാണ് എന്ത് പരിപാടി കഴിഞ്ഞാലും ഒന്ന് മുങ്ങലാണ്. അപ്പം അങ്ങനെ 2 ദിവസത്തിന് മുങ്ങാന്ന് വിചാരിച്ചിട്ട് പോയത് തന്നെ. ഇനി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ലല്ലോ ഒന്നും നടക്കുക. 2 ദിവസം കഴിഞ്ഞ് പോയി വന്നിട്ട് മെറ്റീരിയൽ എടുക്കാന്നുള്ള രീതിയിൽ ഇവിടെയുള്ള എല്ലാ മെറ്റീരിയലും അടിച്ച് മിന്നി കഴിഞ്ഞും ചെയ്തിരുന്നു. അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് വാങ്ങി വെച്ചാൽ പിന്നെ എനിക്കൊരു പൊറുതിയിടാണ് ഇങ്ങനെ വീഡിയോ ഇടാഞ്ഞാലും ഫോട്ടോ എടുക്കാഞ്ഞാലും. അപ്പോൾ അതൊന്നും വേണ്ട, വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കാൻ വിളിച്ചവരോട് ഇപ്പോൾ വേണ്ട, അടുത്ത ആഴ്ച ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞു. പിന്നെ അതന്നെ കണക്കന്മാരുടെ വീട്ടിൽ പോയി, അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പിന്നെ കുടുംബക്കാരാദ്യം പറയും എൻ്റെ ഫോണും യൂട്യൂബൊക്കെ എടുത്ത് വെച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി, കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാനും കൂടി ഒഴിവില്ലാതെ ഓള് ഫോണായിട്ട് വരും, അങ്ങോട്ട് വെക്കും ഞങ്ങൾ മൂടെ വെക്കും എൻ്റെ ചാനൽ പൂട്ടിക്കാൻ. ഭീഷണികളാണ്. നമ്മൾ ചെന്നാൽ പിന്നെ റേഡിയോ വണ്ടി വന്നു പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ അതുവരെ തലപൊക്കാത്തോലൊക്കെ തലപൊക്കും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നല്ല രസമാണ്. പണ്ടത്തെ ഓർമ്മകളായവർക്കലും അതും ഇതുമായിട്ട് അങ്ങനെ രസമായിട്ട് പോകും. ഉമ്മാൻ്റെ വീട്ടിലാണെങ്കിൽ 8 മക്കളാണ്. വല്യമ്മാക്കും വല്യപ്പാക്കും, വല്യപ്പയും വല്യമ്മൊന്നും ഇപ്പം ഇല്ല. 5 മാമന്മാരും 5 വീട്ടിലാണ്. എന്നാലും തറവാട് വീട് അവിടെ ആരും താമസിക്കാതൊക്കെ എടുക്കണം. എന്നാലും പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം. അപ്പം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോക്കിന് ഉപ്പാക്കൊരാഗ്രഹം, നമുക്ക് മാലിക് ദീനാർ പള്ളി, ഞങ്ങൾക്ക് കാസർഗോഡ് ഒരു കുടുംബക്കാരുണ്ട്, ഉപ്പാൻ്റെ ഏട്ടനും ഇതൊക്കെ അവിടെ ഉള്ളവരുണ്ട്. അപ്പോൾ അവിടെ പോയിനൊരു കല്യാണത്തിന് കുറച്ച് മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞിനി. അപ്പോൾ അന്ന് പോയ ടൈമിൽ മാലിക് ദീനാർ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇനി പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞങ്ങളെ ട്രെയിന് നേരം വൈകി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടില്ല. ഉപ്പാൻ്റെ പൂതിക്ക് മാലിക് ദീനാർ പള്ളിയിലെത്തിയപ്പോൾ ഉമ്മാൻ്റെ പൂതി ഉള്ളാൾ പള്ളി കാണാൻ. അപ്പം മക്കൾക്ക് ബേക്കൽ കോട്ട കാണണം. നമുക്ക് വേറെ കുറേ ആഗ്രഹങ്ങളുണ്ടേനി. എന്താ പറയുക, ആ ചാലൂക്കിങ്, അങ്ങനെ 2-3 ഫവാസ് KST, അങ്ങനെ കുറച്ച് യൂട്യൂബർമാരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ തന്നെ കുറേ യൂട്യൂബ് ചങ്ങാഴ്ചകളുണ്ട് അവിടെ. ആ പോലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനി ഇവരെല്ലാവരും പൂതിക്ക് നിന്നപ്പോൾ നമ്മളെ പൂതിയൊക്കെ അവിടെ നിർത്തി. പിന്നെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ, നമ്മളെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. എൻ്റെ ഇടയിൽ ഒരാൾക്കാർ നിസ്കാരക്കുപ്പായ തുണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്തിനി. അങ്ങനെ 30-40 പീസ് ഉണ്ടേനി. അത് വീഡിയോ ഇട്ടുകൊണ്ട് കാസർഗോഡ് നിന്ന് വന്നതിന് ശേഷമാണ് അത് വീഡിയോ ഇട്ടത്. അത് സംഭവം വീട്ടിൽ വന്ന് വീഡിയോ കാക്കു അയച്ചെന്നതായിരുന്നു. വീഡിയോ ഇട്ടിട്ട് ഞാൻ അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുക, കാക്കു കൊണ്ടു കൊടുത്താളൊന്നും പറഞ്ഞിനി. അപ്പോൾ അത് ശരിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫോണ് വീട്ടിൽ മറന്നു വെച്ചിട്ട് പോയി. ഞാൻ വന്നപ്പോക്കിന് അൽഹംദുലില്ലാ ആ 30 പീസും കച്ചവടമായി കിടക്കണം. എനിക്ക് വേണം, എത്രയാണ് വേണ്ടിയത് എല്ലാവരുമായിട്ട്. അതൊരു പീസ് ഇല്ലാതെ കഴിഞ്ഞു പോയി. ഇനി വേണമെന്ന് പറഞ്ഞ പോലൊക്കെ ബുധനാഴ്ച പുതിയത് വരും, നിസ്കാരക്കുപ്പായത്തിൻ്റെ തുണി. അത് 27 മീറ്ററിൻ്റെ തന്നെ ഇനിയും വരാനുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ബുധനാഴ്ചൻ്റെ തലേ ദിവസം വന്നുകൊണ്ട് ഒന്ന് പറയാം. വീഡിയോ കാണുന്ന മെറ്റീരിയൽ അല്ലാത്ത പുതിയ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബുധനാഴ്ചൻ്റെ തലേ ദിവസം വന്നാണ്, ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച തിങ്കളാഴ്ച, ഒന്നൊക്കെ ഞായറാഴ്ച വന്നിട്ട് പറയാം, അതല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്നിട്ട് പറയാം, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്നിട്ട് പറയാം. ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനത്തെ മോഡൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഓല് വരുമ്പോൾ അതിനനുസരിച്ചുള്ള എടുക്കാം.
പിന്നെ വർദ്ധമാന യൂണിവേഴ്സിൽ അങ്ങനത്തെ മെറ്റീരിയൽ ഇപ്രാവശ്യം ഞാൻ ഒരാൾ ആദ്യം പൈസ അയച്ചതിന് ഓൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓല് 20 പീസാണ് പറഞ്ഞേണ്ടി. പക്ഷേ 25 പീസ് ഞാൻ എടുത്തിന്. അതിലിപ്പോൾ 21 പീസ് പോലെ തന്നെ എടുത്ത് 4 പീസ് തന്നെയുള്ളൂ. ബാക്കിയൊക്കെ തീർന്ന്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ 320 അജ്രക്ക് മെറ്റീരിയലാണ്. 290 എടുത്തിട്ടില്ല. 290 ഇനി മറ്റന്നാൾ കിട്ടുള്ളൂ. പിന്നെ കുറേ പൈസ എടുക്കാനില്ലേനു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ കുറേ ട്രിപ്പ് അത് ഇതൊക്കെ ആയിട്ട് പോയി. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ സാധനം ഇറക്കാനുള്ള പൈസയും കൂടി ആയപ്പോക്കിന് നമ്മളാവശ്യത്തിനും കുറച്ച് മെറ്റീരിയൽ വേണ്ടീനി. നമ്മളെ മെഷീന് ചെറിയൊന്ന് പണി മുടക്കി. അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ജഗപൊകായി. പിന്നെ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവരോടെന്ന് പറഞ്ഞിനി. അപ്പോൾ അതുപോലെ തന്നെ 1000 രൂപക്ക് തുടങ്ങാവുന്ന ബിസിനസ് എന്നും പറഞ്ഞിനി. അപ്പോൾ അതിലൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ വന്നിട്ട്. നിങ്ങൾ 1000 റുപ്യക്ക് തുടങ്ങാനിട്ട് അങ്ങനെ പറഞ്ഞ് 1000 റുപ്യക്ക് തുടങ്ങാമെന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലാണ്, അടിച്ചതല്ല. പിന്നെ അടിച്ചത് നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവില്ല. കാരണം അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 3 കടകൾത്തേക്ക് നമ്മൾ അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതായിട്ടുള്ള കസ്റ്റമേഴ്സ് വേറെ ഉണ്ട്. പിന്നെ ഇനി അടിക്കാൻ നമുക്ക് അടിക്കാനെന്ന് ചോദിച്ചാണ്ട് അതുപോലെ മെസ്സേജ് അയക്കലുണ്ട്. അതും അയച്ചിട്ട് നിങ്ങൾ കാര്യമില്ല. കാരണം നമ്മളെ കൂടെ ഉള്ളവരെ ഒഴിവാക്കിയിട്ട് ഇപ്പം എനിക്ക് നിങ്ങളെ കയറ്റാൻ പറ്റൂലല്ലോ. വർഷങ്ങളായിട്ട് നമ്മളൊപ്പം ഉള്ളവരുണ്ട്. റിസൽ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അയച്ചുതരീന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസ് അയപ്പിച്ച് എന്നിട്ട് പിന്നെ ഇതെന്ത് മെറ്റീരിയൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാണ്ട് വടിയെടുത്ത് അടിയാ അവസ്ഥ ആയിപ്പം ഞാൻ വിചാരിച്ച എന്താണ് നിങ്ങൾ പൈസ ഇറക്കാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തരിക. പക്ഷേ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അയച്ചുന്ന ഫോട്ടോസ് അല്ല ഇതെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ സാധനം തീരും. ഒരു 4 ദിവസം 5 ദിവസം അതിലപ്പുറത്തേക്ക് നമ്മളെ മെറ്റീരിയൽ ഇവിടെ നിൽക്കില്ല. ഞാൻ കൂടുതൽ എടുക്കാത്തതുകൊണ്ടാണ് അത് ഒന്നാമത്തെ. 200 300 എടുക്കുള്ളൂ. ഏറിയാലും 300-ലപ്പുറം ഞാൻ പോവില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം 100 ഒരു 120 അതൊക്കെ നമുക്ക് ആഴ്ചയിലായിട്ട് പോവുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട തുണി തന്നെ അല്ലേ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ എൻ്റെ സൈറ്റിലേക്ക് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ട് അതുപോലുള്ളത് ഓൺലൈനിൽ കൊടുക്കും. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നിന്ന് എടുക്കും. പിന്നെ ഓൺലൈനായിട്ട് എനിക്കും ഇപ്പം റീറ്റെയിൽ കച്ചവടം നല്ലോണം ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും പോകട്ടെ. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്ന ആൾക്കാർക്കും അത് പോയിക്കോട്ടെ. ഒരാളിപ്പോൾ ഒന്നെടുത്തോല് പിന്നെ അതേമാതിരത്തെ മെറ്റീരിയൽ എടുക്കൂലല്ലോ. അപ്പം നമ്മൾ അതാണ് ഒരിക്കൽ കിട്ടിയത്. നിങ്ങൾ അത് എന്നാ വരില്ല അന്നാ അയച്ചെന്നാൽ മതി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ കിട്ടൽ വളരെ ചുരുക്കമായിട്ടാണ്. നിങ്ങൾക്ക് അതും ഇതൊക്കെ പറയാം. നിങ്ങളൊക്കെ ഓൺലൈനും യൂട്യൂബൊക്കെ ആയിട്ട് രക്ഷപ്പെട്ട് നമ്മളിതാ എന്നും ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കലും കേട്ട് ഇങ്ങനെ കഴിയണം. എന്ത് തുടങ്ങിയാലും നഷ്ടത്തിൽ മാത്രം, നഷ്ടക്കച്ചവടം മാത്രം. മാക്സി ബിസിനസ്സും തുടങ്ങി അതും 8 നിലയിൽ പൊട്ടി. നിങ്ങൾ വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ തുടങ്ങാൻ തോന്നും. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്കൊന്നും ഇതൊന്നും പറഞ്ഞതല്ല. അപ്പം ഇന്നലെ ഒരു സൗദാമിനി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞാണ് കൊച്ചിയിൽ നിന്ന്. എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് സാധനം എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ ചേച്ചിനോടൊന്നും അല്ല ഇങ്ങനെ വിചാരിക്കണം. ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഓലോടൊക്കെ പറയണം. എന്താ വെച്ചാൽ എന്നും ഒരാൾ പുച്ഛിച്ചുകൊണ്ടിരിക്കൂല, എന്നും ഒരാൾ താന്നുകൊണ്ടിരിക്കൂല. എന്നും പൈസ ഉള്ളവർ പൈസക്കാരായിട്ടൊന്നും നിൽക്കൂല. താന്ന് കിടക്കണവർക്ക് ഉയരാനും ഉയർന്ന് കിടക്കണവർക്ക് താവാനും ഒരൊറ്റ നിമിഷം മതി. എണ്ണിപ്പറക്കി ഇങ്ങനെ ഈ പായരം പരണ ഈ നേരം മതി. ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിക്കുക. അവനെ കൊണ്ട് ചെയ്യാൻ കഴിയണത് എന്താണോ അത് ചെയ്യുക. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള മാത്രം ചിന്തിക്കുക. നിങ്ങളിത് ഓരോ നാണയം പറഞ്ഞ് ഇങ്ങനെ വരും. അത് കേട്ട് ഞങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ. ആളുടെ പേര് ഞാൻ പറയണില്ലേ. എന്തായാലും അപ്പോൾ ആ ആളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നോണ പറഞ്ഞിങ്ങനെ നടക്കുക. അപ്പോൾ അത് കേട്ടിട്ട് മറ്റുള്ളവർ സന്തോഷിക്കും. പക്ഷെ ഒരിക്കലും ആ നോണ പറഞ്ഞ ആൾക്ക് സ്വയം സന്തോഷിക്കാൻ പറ്റില്ല. സ്വയം സന്തോഷിക്കാൻ പറ്റാത്ത ഒരാൾക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ റാഹത്താണ്, എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങളിൽ പലരും വാങ്ങണതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ്. ആ സന്തോഷം നിങ്ങൾക്ക് കൂടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. നമ്മുടെ ചാനൽ നിർദ്ദേശങ്ങളും കമന്റ് 290 കിട്ടിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പിൽ. ഇതിലുള്ള ആ നമ്പറിലേക്ക് 92 078 15 205 നമ്പറിലേക്ക്. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.